ചേച്ചി നീംബോളിന്റെ പടത്തിൽ അഭിനയിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ല, നീംബോളിന്റെ ഒരു പടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അത് ഏതായിരുന്നു പടം? ഏതായിരുന്നു? സർവമ്മയാണോ? എനിക്ക് അറിയില്ലല്ലോ. ത്രൂട്ടുള്ള ക്യാരക്ടറാ? അങ്ങനെ ത്രൂട്ടൊന്നുമല്ല, പക്ഷെ കുഴപ്പമില്ല. ഈ ഹൊററാണോ പടം? ഹൊറർ എനിക്ക് എന്നുവെച്ചാ നമ്മള് സത്യനന്ദിക്കാടിന്റെ പടത്തിൽ അഭിനയിക്കാൻ പോയപ്പോഴും എന്താ കഥയെന്നൊന്നും പോയി ചോദിക്കില്ലല്ലോ. അത്രയും വലിയൊരാളോട് നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ സത്യൻ സാറ് ഫുൾ സ്റ്റോറിയും നമുക്ക് പറഞ്ഞു തന്നു. ഇങ്ങനെയാണ് തുടക്കം തൊട്ട് അവസാനം വരെ ഇത് പറഞ്ഞു തന്നു. പക്ഷെ അതിനുശേഷമാണ് അഖിൽ സത്യൻ സാറിന്റെ പടത്തിൽ അഭിനയിച്ചത്. പക്ഷെ ഞാൻ സാറിനോട് ഇതുവരെ എന്താ കഥയെന്ന് ഒന്നും ഞാൻ ചോദിച്ചില്ല. ഞാൻ എൻ്റെ ഒരിക്കലും 4 ദിവസത്തോളം ഉണ്ടായിരുന്നു. ഞാൻ പോയി അഭിനയിച്ചിട്ട് വന്നു. എനിക്ക് സത്യമായിട്ടും കഥ അറിയില്ല എന്താണെന്നുള്ളത്. കോമ്പിനേഷൻസ് ഒക്കെ ഇല്ലില്ല, അവരുമായിട്ടൊന്നുമില്ല. നിവിൻ പോളിയായിട്ടും അൽത്താഫ് ആയിട്ടും. അറിയില്ല, ക്രിസ്മസ് ആണെന്നാ പറഞ്ഞത്. ക്രിസ്മസ് റിലീസാന്നാണ്. അഖിൽ സാറിന്റെ ആണ് ശരിക്കും. ഹൃദയപൂർവ്വത്തിന്റെ സ്ക്രിപ്റ്റ് അഖിൽ സാറിന്റെ ആണ്. അപ്പൊ സാറ് ഹൃദയപൂർവ്വത്തിന്റെ സമയത്ത് അനൂപ് സാറാണ് സത്യൻ സാറിന്റെ ഒപ്പം ഉണ്ടായിരുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും ട്വിൻസ് ആണ്. അപ്പൊ എനിക്കത് അറിയത്തില്ലായിരുന്നു. അപ്പൊ അത് അഭിനയിച്ച് കഴിഞ്ഞിട്ട് അഖിൽ സാറിന്റെ പടത്തില് ചെന്നപ്പം ഞാൻ അനൂപ് സാറാന്ന് വിചാരിച്ചിട്ട് ഭയങ്കര പരിചയമൊക്കെ ആയിരുന്നപ്പോ എന്നോട് പറഞ്ഞു ഞാൻ അനൂപല്ല അഖിലാണെന്ന് പറഞ്ഞു. അങ്ങനെ പടം ചെയ്തിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എന്നെ എങ്ങനെ പറഞ്ഞാൽ അച്ഛനാണ് കേട്ടോ സെലക്ട് ചെയ്തത് സൗമ്യനെ എന്ന് പറഞ്ഞു. ഇത് സിനിമ അഭിനയിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ എന്നോട് പറഞ്ഞു അച്ഛൻ്റെ സെലക്ഷൻ ഒട്ടും മോശമായില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിലൊക്കെ സന്തോഷം തോന്നിയത് ഹൃദയപൂർവ്വം റിലീസായി കഴിഞ്ഞപ്പം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പം അഖിൽ സാറ് വിളിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞു നമ്മളുടെ പടത്തിൽ എൻ്റെ നിവിൻ പോളിയുടെ പടത്തിൽ സൗമ്യയ്ക്ക് ക്യാരക്ടർ കുറഞ്ഞോ എന്ന് എനിക്കൊരു സംശയം എന്ന് പറഞ്ഞു. അവനെയോ ഇതൊന്നും ഒരു കുഴപ്പമില്ല, ഇങ്ങനെ പറയുന്നത് തന്നെയാണ് നമുക്ക് സന്തോഷം. ഒരു സന്തോഷം. ദൃശ്യം 3 നമുക്ക് എനിക്ക് കുറേ ഡേറ്റായി ഇങ്ങനെ. ഇന്നിപ്പോൾ 18-ാം തീയതിയാണ് നമുക്ക് ഡേറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ അഭിനയിക്കാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ അഭിനയിച്ച് അത് തിയേറ്ററിൽ വന്ന് നമ്മളുണ്ടോയെന്ന് അറിയണം. പക്ഷെ ഇതിലേക്കൊക്കെ ജിത്തു ജോസഫ് സാറിൻ്റെ നുണക്കുഴിയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സാർ അടുത്തൊരു പടത്തിലും എന്നെ വിളിച്ചായിരുന്നു. പക്ഷെ ഇതുപോലെ ഇങ്ങനെ ഡേറ്റ് മാറി 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 ഇപ്പം ഞങ്ങൾക്ക് അളിയൻസ് 16 തൊട്ട് 30 വരെ എല്ലാ മാസവും 15 ദിവസം അളിയൻസാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള നല്ല നല്ല സിനിമകളൊക്കെ വരുമ്പോൾ നമ്മൾ അവിടുന്ന് പോകുന്നതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഡേറ്റ് ഒരുപാട് മാറുമ്പോൾ നമുക്ക് അവരോട് ചോദിക്കുന്നതൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ ആദ്യം ജിത്തു ജോസഫ് സാറിൻ്റെ അസിസ്റ്റൻറ്റ് വിളിച്ചിട്ട് നമുക്കൊരു 17 പറഞ്ഞ്, പിന്നെ അത് മാറ്റി 18, അങ്ങനെ ഒരുപാട് ഡേറ്റ് മാറ്റിയപ്പോൾ എനിക്ക് പോകാൻ പറ്റാതെയായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചിനി ജിത്തു ജോസഫ് സാറിന് ഞാനൊരു പടത്തിൽ വിളിക്കില്ലായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ദൃശ്യത്തിലേക്ക് വിളിച്ചപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇനി അഭിനയിക്കുമെന്നോ ഇനി അത് ഒന്നും എനിക്കറിയില്ല. ഡേറ്റ് ഇങ്ങനെ മാറുന്നതുകൊണ്ട് ഒന്നും അറിയില്ലല്ലോ, സിനിമയുടെ കാര്യമല്ലേ. പക്ഷെ വിളിച്ചത് തന്നെ നമുക്ക് ഒരു സന്തോഷമാണ്. കോള് വരുമ്പോൾ എങ്ങനെയായിരുന്നു കോള്? സാർ നേരിട്ട് വിളിക്കുകയും ചെയ്തത് ആരെ വിളിച്ചല്ല? സാറ് സത്യൻ സാറും നേരിട്ടല്ല വിളിച്ചത്, അസോസിയേറ്റ് തന്നെയാണ് വിളിച്ചത്. അല്ല, ദൃശ്യം 3യുടെ കാര്യത്തിൽ ദൃശ്യം 3യിലേക്കും അസോസിയേറ്റ് തന്നെയാണ് വിളിച്ചത്. പക്ഷേ ജിത്തു സാറ് നുണക്കുഴിയുടെ സമയത്തൊക്കെ വിളിച്ചിട്ടുണ്ട്. അല്ല, നേരിട്ട് വിളിച്ചതിന് ശേഷം പിന്നെ നേരിട്ട് സംസാരിച്ചില്ല. നേരിട്ടെന്ന് വെച്ചാൽ ഞാൻ നുണക്കുഴി അഭിനയിക്കാനായിട്ട് പോയപ്പോഴും ഒരു ദിവസം എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സാർ എൻ്റെ അടുത്ത് വന്ന് സാർ കോമഡി ഭയങ്കരമായിട്ട് കാണുന്ന ഒരാളാണ്. ഒരുപാട് ഇപ്പം മോളും ഉണ്ടായിരുന്നു. അപ്പോൾ മോള് വന്നിട്ട് പറഞ്ഞു അച്ഛൻ എപ്പോഴും ഇങ്ങനെ കോമഡി കണ്ടുകൊണ്ടിരിക്കും, നിങ്ങളുടെ കോമഡി കണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അതിപ്പോൾ എന്നോട് ഒന്ന് പറയും നിങ്ങളൊക്കെ അഭിനയിക്കാൻ വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഈസിയാണ്, സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അഭിനയിക്കും എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പടത്തിൽ പിടിച്ചത്. പക്ഷെ അതെനിക്ക് അഭിനയിക്കാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ദൃശ്യം. പിന്നെ ഈ ദൃശ്യം 3 ആസിഫിക്ക് ഒരു ക്യാമിയോ റോൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒന്നും അറിയില്ല എനിക്ക് തന്നെ കൊണ്ടോന്നുള്ളത്. അല്ല, കലാപൻ ഷാജോണിന് പകരം ആസിഫിക്ക് എനിക്കൊന്നും അറിയില്ല. കാരണം എനിക്ക് തന്നെ ഇങ്ങനെ ഡേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് തന്നെ അത് പിന്നെന്ന് വെച്ചാൽ നമ്മൾ ആ പടത്തിലേക്ക് വിളിച്ചല്ലോ എന്ന് വരെ നിങ്ങളോട് സന്തോഷം എനിക്ക് പറയാൻ പറ്റില്ല. ഇനി അഭിനയിക്കും ഇല്ല എന്നൊന്നും എനിക്കറിയില്ല. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ സർവ്വമയത്തിലില്ലേ എന്താണ് ത്രൂ ഔട്ടുള്ള ക്യാരക്ടറാണോ? ൊന്നല്ല, പക്ഷെ കുഴപ്പമില്ല. അതൊരു ഇല്ലത്ത് നടക്കുന്ന, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇല്ലത്ത് നടക്കുന്ന ഗ്രാമത്തെ മാത്രം. അപ്പൊ ആ ഇല്ലത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാൾ, അങ്ങനെ ഒരു ക്യാരക്ടറാണ്. എത്ര ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു?
ഈ ചാമിങ് ആയിട്ടുള്ള പഴയ നിവിൻ പോളിയാണോ സിനിമയിൽ? എനിക്ക് അങ്ങനെ നിവിൻ പോളിനെ എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല. ഞാൻ അന്ന് ആ സമയത്താണ് ഞാൻ കാണുന്നത്. പക്ഷെ നമ്മളോടൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ഇടപെടുന്ന ഒരാളാണ്. ഷൂട്ടിംഗ് ഉള്ള ദിവസം മൊത്തം നീമ്പോളിനായിട്ടാണ് കോമ്പിനേഷൻ. ഒരു 2 സീനോളം കോമ്പിനേഷൻ ഉണ്ട്. നീമ്പോളി പിന്നെ കൂടാതെ വേറെ കോമ്പിനേഷൻ അൽത്താഫായിട്ട്. അൽത്താഫായിട്ട്. ഓക്കെ ഓക്കെ. ദൃശ്യം 3 ലാലേട്ടനായിട്ട് കോമ്പിനേഷൻ ഉണ്ടോ? അറിയില്ല, ഒന്നും അറിയില്ല. ആരും അഭിനയിക്കുമെന്ന് അറിയില്ല. ചേച്ചി എന്താണ് ക്യാരക്ടർ പോലെ? ദൃശ്യം 3 ആണ്. ദൃശ്യം 3 എനിക്ക് 18-ാം തീയതിയാണ് ഷൂട്ട്. ഈ മാസം 18-ാം തീയതി. അപ്പൊ ഇനി അത് അഭിനയിച്ച് കഴിഞ്ഞാണെങ്കിൽ പറയുന്ന ഡേറ്റ് മാറുന്നോണ്ട് ഒന്നും അറിയില്ല. ഈ സർവ്വമയത്തിന്റെ ഷൂട്ടിംഗ് ഓൾറെഡി കഴിഞ്ഞതാണ്. പക്ഷെ അതിന് കാര്യങ്ങളൊന്നും പെട്ടെന്നില്ല. പോസ്റ്റർ വരുമ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു പടം ഉണ്ട് എന്ന് കാര്യങ്ങൾ അറിയുന്നത്. അങ്ങനെ ആദ്യം സീക്രട്ടായിട്ട് വെച്ചിരുന്ന തന്നെയായിരുന്നു മൊത്തത്തില്. അതൊന്നും നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ അഭിനയിക്കാൻ വിളിച്ചിരിക്കുന്നത് ഇത് എന്താ ഇവരുടെ ഉള്ളിലൊന്നും നമുക്കറിയില്ല. നമ്മൾ അതിൽ കുഞ്ഞു ക്യാരക്ടർ മാത്രം ചെയ്യുന്ന ഒരാളല്ലേ. അതിനെപ്പറ്റിയൊന്നും അറിയില്ല. സർവം 18-നല്ലേ റിലീസ്? ഡിസംബർ 18 ആണെന്നാണ് എന്നോട് അഖിൽ സാർ പറഞ്ഞത്. അപ്പോൾ ഓണത്തിന് ഇതിറങ്ങി, നമ്മുടെ ഹൃദയപൂർവ്വം ഓണത്തിന്റെ സമയത്തായിരുന്നല്ലോ. അപ്പോൾ സാർ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഇത് ഓണത്തിന് ഇങ്ങനെ വന്നല്ലോ, ഇനി ക്രിസ്മസിന് നമ്മളുടെ പടം ഇറങ്ങുമെന്ന് പറഞ്ഞു. അത് അങ്ങനത്തെ ഒരു അറിവ് മാത്രമേ ഉള്ളൂ എനിക്ക്. ഈ കോമ്പിനേഷൻസ് ഉള്ള സീന് കോമഡിയാണ്. അങ്ങനെ കോമഡി ഒന്നുമല്ല. ഒരു ഗ്ലിംസ് പോലത്തെ ടീസർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഹൊറർ ഫീലിംഗ് പ്ലസ് കോമഡി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്കങ്ങനെ കോമഡി സീനൊന്നും അല്ലായിരുന്നു. സീരിയസ് ആയിട്ടുള്ള അങ്ങനെ ഒരു നോർമൽ ഹൃദയപൂർവ്വത്തിന്റെ പോലെ അങ്ങനെ എടുത്തു പറയുന്ന നോട്ടീസ്ഡ് ആവോ റിലീസിന് ശേഷം? എനിക്ക് അങ്ങനെ അറിയില്ല. നമുക്ക് പക്ഷേ ഹൃദയപൂർവ്വം അഭിനയിച്ചപ്പോഴും ഇത്രയും ശ്രദ്ധിക്കുമെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഹൃദയപൂർവ്വം എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ ജൂനിയേഴ്സ് ജേർണിയിൽ അപ്പോൾ അതിൻ്റെ ഡയറക്ടറും പറഞ്ഞത് ഈ സിനിമ ക്ലിക്ക് ആവുകയാണെങ്കിൽ സൗമ്യ ഭയങ്കര ശ്രദ്ധിക്കപ്പെടുമെന്ന് പറഞ്ഞു. അപ്പം ശരിക്കും പറഞ്ഞാൽ സിനിമ അത്രത്തോളം വിജയിച്ചാൽ മാത്രമല്ലേ നമ്മുടെ ക്യാരക്ടറും അങ്ങനെ ശ്രദ്ധിക്കത്തുള്ളൂ. ഇപ്പം ഇത് ലാലേട്ടൻ്റെ ഒരു പടം ആയതുകൊണ്ടാണ് ഞാൻ അത്രയും ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ജൂനിയേഴ്സ് ജേർണിലും നല്ല ക്യാരക്ടറാണ്. സർവ്വമയം കഴിഞ്ഞ വർഷമാണ് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുള്ള. എനിക്കിപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. എനിക്കൊരു 2-3 മാസമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.